സങ്കീർത്തനം 55. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരം അരുളണമേ. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്, ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതും ഇല്ല. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനും ആയിരുന്നു. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്ത് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതും ഇല്ല. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. ദൈവമേ, നീ അവരെ നാശത്തിൽ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. 22-ാമത്തെ വചനം നമുക്ക് ചേർന്ന് ഒരിക്കൽ കൂടെ വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നല്ല സങ്കീർത്തനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കാഴ്ച കേട്ട ഈ 56-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ 55-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ദാവീദ് രാജാവിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. നാം വായിച്ചു കേട്ട ഈ സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കഷ്ടതയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെയധികം വേദനയുടെ അനുഭവങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വേദനയുടെ മധ്യത്തിലും ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. 2 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. 1 ശ്രദ്ധിക്കണമേ, 2 മറഞ്ഞിരിക്കരുത്. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഉത്തരം ലഭ്യമല്ല. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നു.
ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനകളെ കേൾക്കുന്നുവെങ്കിൽ, അവൻ നമുക്ക് മറഞ്ഞിരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് നമുക്ക് ഉത്തരം പ്രാപിക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്ന ഇപ്രകാരമാണ്: നമ്മുടെ പാപം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. അതിന് ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ പറയുകയാണ്: ഞാൻ കേൾക്കുകയില്ല, ഞാൻ മറഞ്ഞിരിക്കും, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം പാപം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, അങ്ങ് മറഞ്ഞിരിക്കരുതേ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് കേൾക്കുവാൻ തടസ്സമായിട്ട് പാപമുണ്ട് എങ്കിൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കേൾക്കുവാനായിട്ട് കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അതിനെ കഴുകി കളയുവിൻ, നിങ്ങളെ തന്നെ കഴുകുവിൻ. നമ്മെ തന്നെ കഴുകുവാനായിട്ട് ഇന്ന് പകൽക്കാലം നാം കർത്തൃമേശയോട് അടുത്ത് വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് കഴുകലിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാതെ വണ്ണം, എൻ്റെ യാചന ശ്രദ്ധിക്കുവാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും പാപം എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ കഴുകണമേ എന്നുള്ള കഴുകലോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചന നിനക്ക് മറഞ്ഞിരിക്കരുതേ. അതിനർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളുടെ കൈ മലർത്തുമ്പോൾ എൻ്റെ കണ്ണ് ഞാൻ മറച്ചു കളയും. കർത്താവ് പറയുകയാണ്: എൻ്റെ കണ്ണ് ഞാൻ മറച്ചു കളയും. എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും കേൾക്കുകയല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, അങ്ങ് എനിക്ക് മറഞ്ഞിരിക്കരുത്. കാരണം നമ്മുടെ കയ്യിൽ പാപമുണ്ട് എങ്കിൽ, കയ്യിൽ രക്തമുണ്ട് എങ്കിൽ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഏതെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് അന്തരംഗങ്ങളിൽ ഏതെങ്കിലും പാപത്തിൻ്റെ സ്വഭാവമുണ്ടെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അത് കഴുകിക്കളവിൻ, അത് കഴുകിക്കളവിൻ. വചനം പഠിപ്പിക്കുകയാണ്: നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിൻ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പഠിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന്, കർത്താവേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ, അങ്ങനെ കാണുവാൻ കഴിയാതെ വണ്ണം മറഞ്ഞു മാറ്റുന്ന ഏതെങ്കിലും പാപത്തിൻ്റെ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കഴുകി കർത്താവെ വിശുദ്ധീകരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്ന കർത്താവ്. 2 മുതൽ അതിൻ്റെ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നേരിട്ടതായിട്ടുള്ള കഷ്ടതകൾ, വേദനകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നാം അവിടെ കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ശത്രുവിൻ്റെ ആരവ് നിമിത്തം, ദുഷ്ടൻ്റെ പീഡനം നിമിത്തം ഞാൻ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: ശത്രുവിൻ്റെ ആരവ് നിമിത്തം, പീഡന നിമിത്തം സങ്കടത്തിൽ ഞാൻ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ശത്രു നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ പീഡനങ്ങൾ അഴിച്ചുവിട്ട് നമ്മെ പ്രതികൂലത്തിലാഴ്ത്തി മുന്നോട്ട് ഗമിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ദിവസം പ്രതി നമ്മെ പിന്നിലേക്ക് വലിക്കുവാൻ തക്കവണ്ണം പീഡനങ്ങൾ അഴിച്ചുവിട്ട് ശത്രു നമ്മുടെ വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു സങ്കീർത്തനക്കാരൻ്റെ അനുഭവം മറ്റൊന്നല്ല. അവിടെ പറയുകയാണ്: പീഡനത്തിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ പോകുന്ന അനുഭവത്തെ പറ്റി നാം അവിടെ കാണുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പലപ്പോഴും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകാറുണ്ട്. ഇതുപോലുള്ള അനുഭവത്തിലൂടെ, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ, കഷ്ടവും നിരാശയും കണ്ണുനീരും മാത്രമായ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം: കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും കൈവിടാത്തവൻ, ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത്: കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേൾക്കാതെ വണ്ണം, അങ്ങ് പ്രാർത്ഥന ശ്രദ്ധിക്കാതെ വണ്ണം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആദ്യമായിട്ട് നാം ഏറ്റുപറയുവാനായിട്ട് തയ്യാറാകണം. ഈ കഷ്ടതയുടെ മധ്യത്തിൽ എങ്ങനെ സങ്കീർത്തനക്കാരൻ വിജയം പ്രാപിച്ചു എന്ന് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 22-ാമത്തെ വാക്യം
അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരത്തെ, ദൈവവചനം പറയുകയാണ്, നിന്റെ ഭാരത്തെ യഹോവയുടെ മേൽ വച്ചുകൊള്ളുക. 1 പത്രോസിൻ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യവും പറയുകയാണ്, നിന്റെ ഭാരം അത് യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ഈ പകൽക്കാലം ആരെല്ലാം ഭാരം ചുമന്നുകൊണ്ട്, വേദന ചുമന്നുകൊണ്ട്, കണ്ണുനീരിൻ്റെ അവസ്ഥയിലായി കടന്നു വന്നിരിക്കുന്നു, ഈ പകൽക്കാലം നമ്മുടെ ഭാരങ്ങൾ, നമുക്ക് ചുമന്ന് വഹിക്കുവാൻ കഴിയാത്ത ഭാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുവാനായിട്ട് തയ്യാറാകാം. ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മെ പുലർത്തുവാൻ, നമ്മെ വഴി നടത്തുവാൻ ഈ ദൈവം സർവശക്തനാണ്. നാം ചെയ്യേണ്ടത് നമ്മുടെ ഭാരത്തെ അവൻ്റെ മേൽ വച്ചുകൊള്ളുവാനായിട്ട് തയ്യാറാകാം. യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഭാരങ്ങൾ, ആരെങ്കിലും ഭാരത്തോടെ, നിരാശയോടെ, കണ്ണുനീരോടെ എൻ്റെ ഭാരം ആരോട് പറയും, ഞാൻ ആരോട് ഈ വേദന അറിയിക്കുമെന്നുള്ള ഹൃദയഭാരത്തോടെ കടന്നു വന്നിരിക്കുന്നു. ആ ഹൃദയഭാരങ്ങളെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തയ്യാറാകാം. നമ്മുടെ ഭാരത്തെ ഒഴിഞ്ഞ്, ഭാരത്തെ വിട്ട് നാം കർത്താവിനെ പിന്തുടരുവാനായിട്ട് തയ്യാറാകാം. മുറുകെ പറ്റുന്ന പാപവും നമ്മുടെ സകല ഭാരവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എബ്രായ ലേഖന കർത്താവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഇന്ന് പകൽക്കാലം ഏതെല്ലാം ഭാരം നാം ചുമന്നുകൊണ്ടിരിക്കുന്നു, ആർക്കും കാണുവാനായിട്ട് കഴിയാത്ത, നമ്മുടെ സഹോദരങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത, നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത ഏതെല്ലാം ഭാരത്തെ ചുമന്നുകൊണ്ട് നാം ആയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഭാരത്തെ യഹോവയുടെ മേൽ വയ്ക്കുക, കർത്താവിൻ്റെ സന്നിധിയിലായ ആ ഭാരത്തെ ഇറക്കി വയ്ക്കുക. അവൻ നമ്മെ പുലർത്തുവാൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരത്തെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഇറക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ ഭാരത്തെ യഹോവയുടെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കും. പറയുന്നു ഇപ്രകാരമാണ്, എൻ്റെ നിന്നെ പുലർത്തും. എപ്രകാരം പ്രാക്ടിക്കലായിട്ട്, എപ്രകാരം നമുക്ക് നമ്മുടെ ഭാരത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയും? എങ്ങനെ നമ്മുടെ ഭാരത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയും? 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വാക്യം. ആർക്കും ഒരാൾക്ക് ശബ്ദമുയർത്തി. ആമേൻ. അവിടെ നാം കാണുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നാമതായിട്ട് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കുന്നത് പ്രാർത്ഥനയാലും അപേക്ഷയാലുമാണ്. നാം പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുന്ന ഭാരത്തെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, കർത്താവേ, പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, പ്രാർത്ഥനയും അപേക്ഷയും. നാം പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ, ആർക്കും മാറ്റുവാൻ കഴിയാത്ത, ഒരുപക്ഷെ നാം ചിന്തിക്കും, എൻ്റെ ഈ ബുദ്ധി കൊണ്ടോ, എൻ്റെ ഹൃദയം കൊണ്ടോ, ചിന്ത കൊണ്ടോ ഇത് മാറുവാനായിട്ട് സാധ്യമല്ല, അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ നാം ആ പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ ഭാരങ്ങളെ മുഴുവനും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറായാൽ, വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, സകല ബുദ്ധിയെയും കവിയുന്ന, സകല ബുദ്ധിക്കും അതീതമായ ദൈവീക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുവാനിടയായി തീരും. ഈ പകൽക്കാലം സമാധാനം നഷ്ടപ്പെട്ട് അസമാധാനത്തോടെ ആരെൻ്റെ ഹൃദയഭാരം കാണുമെന്ന് കണ്ണുനീരോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, കർത്താവേ, ആരും കാണാത്ത ഈ ഭാരത്തെ എന്നിൽ നിന്ന് അകറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്തു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്, നമ്മുടെ
അപേക്ഷയ്ക്ക് ഉത്തരമായിട്ട് നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഹന്നയുടെ അനുഭവത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 11-12 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം കാണുന്നു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. പിന്നെ പറയുന്ന ഇപ്രകാരമാണ്, ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവിടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവരുടെ അധരം അനങ്ങിയതില്ല, ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അവിടെ നമുക്ക് കാണുന്നത് ഹന്ന ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയഭാരത്തെ പകരുന്ന ഹന്നയെക്കുറിച്ചാണ്. നിന്നാപാത്രമായി അനേകർ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ആ ഭാരത്തെ ചുമന്നുകൊണ്ട് ഹന്ന ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ അടുത്ത ഉത്തരം ലഭിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. 27-ാമത്തെ വാക്യം പറയുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് ബാൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അപേക്ഷകൾക്ക് ഉത്തരം നൽകി നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആരെല്ലാം ഭാരത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു, ഭാരങ്ങളെ മാറ്റുന്ന, നമ്മുടെ നിരാശകളെ മാറ്റുന്ന, കണ്ണുനീർ മാറ്റി ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹന്നായുടെ ദൈവം മരിച്ചുപോയ ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഏതെല്ലാം ഭാരത്തോടെ ആരെല്ലാം കടന്നു വരുന്നു അവരുടെ ഭാരം മാറ്റി, നിരാശ മാറ്റി, കണ്ണുനീർ മാറ്റി സന്തോഷമണിയിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ഈ വചനത്തിൽ നാം കാണുന്നത് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥന ഒരു ഞരക്കമായിരുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ വാക്കുകൾ വരാതെ വണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം പുറത്തു വരുവാതെ വണ്ണം ഭാരം അലട്ടിക്കൊണ്ടിരുന്ന ഹന്നയെക്കുറിച്ച് പറയുന്നത്, അവളുടെ ശബ്ദം ഏലി പുരോഹിതനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ മനുഷ്യർക്ക് നമ്മുടെ വേദന തിരിച്ചറിയുവാനായിട്ട് കഴിയത്തില്ല. മനുഷ്യർ നാം കരയുന്നത് കണ്ട് ഇവനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ കരയുന്നു എന്നൊക്കെ ചോദിച്ചെന്നിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം കരയുന്ന കണ്ണുനീര് ദൈവവചനം പറയുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അകത്ത് വിങ്ങിപ്പൊട്ടുന്ന അനുഭവത്തോടെ ഇന്നും എൻ്റെ നിരാശ മാറിയിട്ടില്ല. മക്കളെക്കുറിച്ചുള്ള ഭാരം, കുടുംബത്തെക്കുറിച്ചുള്ള ഭാരം, ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം, എൻ്റെ വിദ്യാഭ്യാസം എന്താകും, ഞാൻ അടുത്ത നിമിഷം എങ്ങനെ ജീവിക്കുമെന്ന് മുന്നോട്ടുള്ള അനുഭവങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ ഭാരത്തിലും നിരാശയിലും കണ്ണുനീരിലും ഈ പകൽക്കാലം ഈ സ്ഥലത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഭാരം പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ തൻ്റെ ആ ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ഏറ്റവും വലിയ ലഗേജുകൾ അവൻ അത് ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും, ഒരു സ്ഥലത്ത് ഏൽപ്പിക്കും. അത് പിന്നെ 2-3 ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായാലും ആ 3 ഫ്ലൈറ്റുകൾ അവൻ ചുമന്നുകൊണ്ട് നടക്കേണ്ടത് ആവശ്യമില്ല, അത് അവസാനം അവന് ലഭ്യമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഭാരം, ഈ സിയോൻ യാത്രയിൽ നാം പ്രയാണത്തിലായിരിക്കുമ്പോൾ ഈ ബാഗേജും പിടിച്ച്, ഈ വെയിറ്റും പിടിച്ച്, ഈ ഭാരവും പിടിച്ച് നാം നടക്കേണ്ട ആവശ്യമില്ല. അതവിടെ ഏൽപ്പിക്കുക. അവൻ ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കാം. നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ പറയുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഭാരത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും? ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക. എപ്രകാരം നമുക്ക് നമ്മുടെ ഭാരം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാനായിട്ട് കഴിയും, നമ്മുടെ ഭാരം മാറുവാനായിട്ട് കഴിയും? രണ്ടാമതായിട്ട് നാം ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകുക. യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ഗെഥസമനയിലെ പ്രാർത്ഥനയിൽ തൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും ഭാരം ചുമന്നുകൊണ്ട്, ലോകത്തിൻ്റെ മനുഷ്യൻ്റെ സകല ഭാരവും ചുമന്നുകൊണ്ട് യേശു കർത്താവ് ആ
ഗെത്സമന തോട്ടത്തിലായിരിക്കുമ്പോൾ അവൻ ഒന്നാമത് പ്രാർത്ഥിച്ചു. രണ്ടാമത് അവിടെ കാണുന്നത്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റണമേ. രണ്ടാമതായിട്ട് ഭാരം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നത്, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ആർക്ക് പറയുവാനായിട്ട് കഴിയും? കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം നീങ്ങിപ്പോകും. ഒന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ഒന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ ഇഷ്ടമല്ല പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ഈ പാപഭാരമെല്ലാം ചുമന്നുകൊണ്ട് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്. ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കർത്താവ് വേദനയിലായപ്പോൾ കർത്താവ് പറയുകയാണ്, എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റണമേ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ വാചകം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഇപ്രകാരമാണ് പറഞ്ഞത്, ഡിയർ ഗോഡ് യുവർ വിൽ, നത്തിങ് മോർ, നത്തിങ് ലെസ്, നത്തിങ് എൽസ്. അതിൻ്റെ വാക്കുകളുടെ മലയാള അർത്ഥം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുവാൻ അറിയത്തില്ല, എന്നാൽ പറയട്ടെ, ഡിയർ ഗോഡ് നോട്ട് മൈ വിൽ, നത്തിങ് മോർ, നത്തിങ് ലെസ്, നത്തിങ് എൽസ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്, പിതാവേ എൻ്റെ ഇഷ്ടം അല്ല, അത് പിതാവേ നിന്റെ ഇഷ്ടം, അതിനേക്കാൾ കൂടിയതൊന്നും വേണ്ട, അതിനേക്കാൾ കുറഞ്ഞതൊന്നും വേണ്ട, അതിനല്ലാത്ത മറ്റൊന്നും എനിക്ക് വേണ്ട. പിതാവേ നിന്റെ ഇഷ്ടം, അതിനേക്കാൾ കൂടിയതൊന്നും വേണ്ട, അതിനേക്കാൾ കുറഞ്ഞതൊന്നും വേണ്ട, മറ്റൊന്നും എനിക്ക് വേണ്ട. അതാണ് ഒരു പ്രാർത്ഥന. ആ കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞു, ഡിയർ ഗോഡ് നോട്ട് മൈ വിൽ, യുവർ വിൽ, നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ്, നത്തിങ് എൽസ്. അതിനർത്ഥം ഇപ്രകാരമാണ്, കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ഇത് ഒരു വ്യക്തി പറയുവാനായിട്ട് തയ്യാറായാൽ ആ ഭാരം മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം കടഭാരമോ, കണ്ണുനീരോ, മക്കളെക്കുറിച്ചുള്ള ഭാരമോ, നിരാശയോ, രോഗബന്ധനമോ ഏതുമായിക്കൊള്ളട്ടെ, കർത്താവിനോട് പറയുക, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ആ ശൂലമൊന്ന് മാറ്റിത്തരണമേ. ദൈവത്തിൻ്റെ വാക്ക് പ്രകാരമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം, അവൻ്റെ ഇഷ്ടമാണ് നമുക്ക് ആവശ്യം. ഏതെല്ലാം പ്രാർത്ഥനയിൽ കർത്താവ് ഇപ്രകാരമാണ് പ്രാർത്ഥന പഠിപ്പിച്ചത്, എൻ്റെ ഇഷ്ടമല്ല സ്വർഗത്തിലെ പോലെ നിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിലും നിറവേറ്റണമേ. നമുക്കത് പറയുവാനായിട്ട് കഴിയുമോ? കർത്താവേ എൻ്റെ ഇഷ്ടമല്ല. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഭാരമായിട്ട്, ഒരു ചുമടായിട്ട് നാം ചുമന്നുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നാം പൂർണ്ണമായിട്ട്, കർത്താവെ പൂർണ്ണമായിട്ട് നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, ഞാൻ സ്വതന്ത്രനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സഞ്ചരിക്കാം, പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനായിട്ട് കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ വേദനയുടെ മധ്യത്തിൽ, കണ്ണുനീരിൻ്റെ മധ്യത്തിൽ പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക. ഈ പകൽക്കാലം യഹോവയുടെ മേൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഭാരങ്ങളെ വയ്ക്കുവാനായിട്ട് തയ്യാറായാൽ അവൻ തീർച്ചയായിട്ടും നമ്മെ പുലർത്തുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമതൊരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്നാമതായിട്ട് നാം ഭാരത്തെ ഇറക്കി വയ്ക്കണമെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പലപ്പോഴും നാം ചിന്തയാണ് നമ്മെ ഭാരത്തിലാക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് നമ്മെ ഭാരത്തിലാക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വിചാരപ്പെടരുത്. സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇവിടെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന് 25 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് സകലത്തെയും പുലർത്തുന്ന കർത്താവ് നമ്മെ പുലർത്തുവാൻ സർവശക്തനാണ്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആ ട്രെയിനിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കത്തില്ല. അവനറിയാം അവൻ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. അവനറിയത്തില്ല ആ പൈലറ്റ്, ആ ഓട്ടോ പൈലറ്റ് ആരെന്ന് അവനറിയത്തില്ല, അത് ഓടിക്കുന്ന വ്യക്തി ആരെന്നറിയത്തില്ല. പക്ഷെ അവൻ പൂർണ്ണമായിട്ട് ആ വ്യക്തിയിൽ ആശ്രയിക്കുകയാണ്. എന്നെ ആ സ്ഥലത്ത് എത്തിക്കും, ഞാൻ ഈ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്, ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, എന്നെ തീർച്ചയായിട്ടും ഞാൻ എത്തേണ്ട ഡെസ്റ്റിനേഷൻ
ഡെസ്റ്റിനേഷനിൽ എന്നെ എത്തിക്കുമെന്ന് അവൻ വിശ്വാസത്തോടെയാണ് അതിനെ ഓടിക്കുന്ന ട്രെയിൻ ഓടിക്കുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും അവൻ പൂർണ്ണമായിട്ട് അവനെ ആശ്രയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ഒന്നിലും നമ്മുടെ സ്വന്തം ബുദ്ധിയിലൂന്നാതെ, നമ്മുടെ സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ചാൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അവൻ നിന്റെ പാതയെ നേരെയാക്കും. നേരെയുള്ള പാതയിൽ, നടക്കേണ്ടുന്ന പാതയിൽ ഉപദേശിച്ച് നടത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. സ്വന്തം വിവേകത്തിലൂന്നാതെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് നാം ചിന്തിക്കാതെ, നാം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ, അതാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക. ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാകും? ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ അറിയിക്കുവാനായിട്ട് കഴിയും. 2, നാം ചെയ്യേണ്ടത് ദൈവ ഇഷ്ടത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. 3, ഞാൻ പറഞ്ഞു, വിചാരപ്പെടരുത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. പൂർണ്ണമായിട്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുക. 4, ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരത്തെ യഹോവയുടെ മേൽ വയ്ക്കുന്നത് എപ്രകാരമാണ്? നമ്മുടെ ഭാരത്തിന് മധ്യത്തിൽ നാം താങ്ക്സ് ഗിവിങ്, സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ച ശേഷം ദൈവത്തിന് നന്ദി പറയുക. കഴിഞ്ഞ നാളുകൾ നടത്തിയ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുമ്പോൾ നമ്മുടെ ഭാരം മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവത്തെ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം ഓട്ടോമാറ്റിക്കലായിട്ട്, നാം ഒന്നും ചെയ്യാതെ ആ ഭാരം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ഈ പകൽക്കാലം എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ ശോധനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഭാരത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് തയ്യാറാകാം. എൻ്റെ ഭാരത്തെ, എൻ്റെ നിരാശകളെ, ഇന്ന് പകൽക്കാലം ആർക്കും മാറ്റുവാൻ കഴിയാത്ത എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ വിഷയമായിരിക്കട്ടെ, ഭാരത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാനായിട്ട് തയ്യാറാകാം. പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ, സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഭാരവുമായിട്ടാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അങ്ങ് എന്നോട് പറഞ്ഞുവല്ലോ, എൻ്റെ ഭാരത്തെ അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ട് ഞാൻ ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചിരുന്നു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റപ്പെടട്ടെ. ഈ പകൽക്കാലം ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം ഭാരം ചുമന്നുകൊണ്ട്, ഏതെല്ലാം കണ്ണുനീർ ചുമന്നുകൊണ്ട് ഇവർ വന്നിരിക്കുന്നു, ആശ്വാസദായകനായ, ആശ്വസിപ്പിക്കുന്ന, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം നീട്ടുന്നതിനായിട്ട് സ്തോത്രമപ്പ. അത്ഭുതകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നും അങ്ങേ ആരാധിപ്പാൻ, ഭാരം ഒഴിഞ്ഞങ്ങേ ആരാധിപ്പാൻ, ഭാരം വിട്ടങ്ങേ ആരാധിപ്പാൻ, കർത്താവെ ഫ്രീ ആയിട്ട് അങ്ങേ ആരാധിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. ശക്തീകരിക്കുക. നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.